ഹല്ലേലൂയ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഉപവാസത്തെക്കുറിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇത് വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഓടിയിട്ടിട്ടുണ്ട്, അത് കേൾക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉപവാസത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഉപവസിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. നമ്മൾ കുറേ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് ഉപവാസമാവില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ കുറേ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രാർത്ഥിച്ചുകൊണ്ടോ ഒന്നും ഒരിക്കലും ഒരു ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഉയർച്ച നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താണ്? യേശുവിനെ നേടുക, നിത്യജീവൻ അവകാശമാക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട വേറൊന്നും എന്താണ്? നമ്മുടെ പ്രവൃത്തിയിലും കൂടി ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഉപവസിക്കും, പക്ഷേ ഒരാളൊരു സഹായത്തിന് വേണ്ടി നമ്മുടെ മുന്നിൽ കൈ നീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ തിരസ്കരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഉപവാസത്തിൻ്റെ കാലഘട്ടം പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് നല്ലത് വരുത്താനും അവർക്ക് വേണ്ടി സഹായം ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കാതെ, മറ്റുള്ളവർക്ക് കൂടി പ്രാർത്ഥിക്കാനായിട്ടും ഒരു മാധ്യസ്ഥ പ്രാർത്ഥന ആയിട്ട് ഏറ്റെടുത്തുകൊണ്ടും ഈ ഉപവാസത്തിൻ്റെ കാലഘട്ടം ഭംഗിയോടെ കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. നാളുകൾ വളരെ മനോഹരമാക്കുക. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നവന് 1 രൂപ കൊടുത്ത് സഹായിക്കാൻ നിൽക്കരുത്. ഇല്ലെങ്കിൽ ഇല്ലയെന്നേ ഉള്ളൂ. നമുക്ക് വിശപ്പിന് വേണ്ടിയിട്ട് കൈ നീട്ടുന്നെങ്കിൽ അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാം. പൈസ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ പൈസ കൊടുത്താൽ അവരത് ദുരുപയോഗം ചെയ്യുമെന്ന് ഉള്ളവരാണെങ്കിൽ ഫുഡ് മേടിച്ച് കൊടുക്കാം. നമ്മളതാണ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. ഞാൻ ഒരിക്കൽ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറിയൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബസ് പോകും. അപ്പോൾ രാവിലെ ഇങ്ങനെ ഫുഡ് കഴിക്കാതെ ബസ്സിൽ കയറിയാൽ വൊമിറ്റ് ചെയ്യുന്നൊരു ശീലം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് മുഷിഞ്ഞൊരു വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരു അപ്പാപ്പൻ ഇങ്ങനെ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക. വളരെ ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട്, ഇച്ചിരി നല്ല ഹോട്ടലാണ്, അപ്പോൾ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കും. ഞാനിങ്ങനെയുള്ള ഹോട്ടലിൽ കയറാറില്ല, പക്ഷേ എൻ്റെ കണ്ണിൽ പെട്ടത് ഇതായതുകൊണ്ടും പെട്ടെന്ന് എനിക്ക് പോകേണ്ടതായതുകൊണ്ടും ഞാൻ കയറിയതാണ് കേട്ടോ. ഞാൻ എങ്ങനെ പോയാലും ലഘുവായിട്ടുള്ളതേ കഴിക്കാറുള്ളൂ. അപ്പം ഈ അപ്പാപ്പൻ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? എന്നെ ഇദ്ദേഹം കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറിയപ്പോഴൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ്, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പം ഞാൻ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എൻ്റെ ആത്മാവിൽ ദൈവം വസിക്കുന്നു. ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഈശോ എന്നോട് ചോദിക്കില്ലേ, നീ കണ്ടിട്ട് എന്തേ അദ്ദേഹത്തോടൊന്നും മിണ്ടിയില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ഞാൻ എന്തോ മറുപടി പറയും? അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ കർത്താവിനെ ഓർത്തുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആദ്യം ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഫുഡ് കഴിച്ചോ? എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് കയറി കിടക്കാനായിട്ട് വീടില്ല, അതുപോലെ തന്നെ പോകാനൊരിടവുമില്ല, ഇവിടെ ഇരിക്കും, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തരും, അത് ഞാൻ കഴിക്കും എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. നമ്മൾ ഭക്ഷണം ആര് ചോദിച്ചാലും അതിനു വേണ്ടി ആര് കൈ നീട്ടിയാലും എൻ്റെ കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കൊടുക്കണം കേട്ടോ. അതിൽ പിശുക്ക് കാണിക്കരുത്. അപ്പോൾ ഞാൻ തിരിച്ച് അതേപോലെ തന്നെ ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പ എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നും കഴിച്ചിട്ടില്ല, ഇനി എന്തെങ്കിലും കിട്ടണം. അപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്. ഞാൻ അന്നേരത്തേക്കിനും അകത്തേക്ക് കയറിയിട്ട് ഇദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളവും ഇദ്ദേഹത്തിന് വയറിറച്ച് കഴിക്കാനുള്ള ഭക്ഷണവും ഞാൻ ഇദ്ദേഹത്തിന് മേടിച്ചു കൊടുത്തു. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കൈവശം പൈസ എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുകൂടി നോക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എന്താ പറയുക, ഈ ഫുഡ് മേടിക്കുന്ന സമയത്ത് ആ ഒരു കണക്ക് നോക്കിയിട്ടാണ് കേട്ടോ ഫുഡ് കൊടുത്തത്. കാരണം എനിക്ക് എന്താണെന്നറിയാമോ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കറക്റ്റ് പൈസയേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ഫുഡ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ നിമിഷത്തെ എൻ്റെ വലിയ ഒരു വിലപ്പെട്ടൊരു കാര്യമായിട്ട് ഞാൻ കണ്ടത്. വിശക്കുന്ന ഒരു വയറിൻ്റെ ഒരു വില അത് നന്നായിട്ട് നമ്മൾ അനുഭവിച്ചവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
ഞാൻ ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വേഗം ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വെള്ളവും കൊടുത്തു ഭക്ഷണവും കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിച്ചോളൂ കേട്ടോ, ഭക്ഷണം കഴിച്ചോളുക എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറിപ്പോകുന്നു. എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയത്, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ നല്ല നല്ല ഫുഡ് കഴിക്കുമ്പോൾ ഈ ഭക്ഷണമൊക്കെ നമ്മൾ ഉദരത്തിലേക്ക് ചെല്ലുമ്പോൾ ഒന്ന് ഓർക്കുക, നമ്മളെപ്പോലെ എത്രയോ ദൈവമക്കൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും കിട്ടാതെ എത്രയോ പേര് രോഗാവസ്ഥയിൽ ആരും നോക്കാനില്ലാതെ കഴിയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ദൈവമക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നൊയമ്പിൻ്റെ കാലഘട്ടം നിങ്ങളൊരു നേരത്തെ ഭക്ഷണം ഇവർക്ക് കൂടി വേണ്ടിയിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നൊയമ്പെടുക്കുക, ഉപവസിക്കുക. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയും ജപമാല ചൊല്ലിയൊക്കെ ഉപവാസം എടുത്തൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കാറില്ലേ? എന്നും നമ്മുടെ ദുരിതത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയൊക്കെ കണക്ക് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാറില്ലേ? നമ്മുടെ പ്രതിസന്ധികളാണ് വലുത് എന്ന ഒരു തോന്നലിൻ്റെ പേരിലാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്, അല്ലേ? പക്ഷെ നമ്മളൊന്ന് ചുറ്റുപുറം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അതങ്ങനെയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ നൊയമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ, അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യാതിരിക്കുക, തിരസ്കരിക്കാതെ ഇരിക്കുക. അപ്പോൾ അത് നമ്മുടെ മുന്നിൽ കൈ നീട്ടുന്നവനെ നമ്മൾ മാറ്റിക്കളഞ്ഞാൽ, നമ്മൾ ദൈവത്തിന് മുമ്പിൽ കൈ നീട്ടിയാൽ ദൈവവും നമ്മളെ തട്ടിമാറ്റും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഉപവസിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നേരത്തെ ആഹാരം ഭക്ഷിക്കാതിരിക്കുന്നവന് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇല്ലാത്തവർ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എനിക്കില്ല. നമ്മൾ കേൾക്കുമ്പോൾ ആലോചിക്കാറുണ്ട്. ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതുപോലുള്ള ആളുകളെ കാണുമ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ ചിന്തിക്കും. കർത്താവ്, എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല കേട്ടോ, ഞാൻ എന്നാ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് വേഗം പരിശുദ്ധാത്മാവ് തരുന്നൊരു പ്രേരണയുണ്ട്. എന്നാന്നറിയാമോ? ആ വ്യക്തിയെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവർക്കുള്ളത് ദൈവം അവിടെ എത്തിച്ചോളും. അപ്പോൾ നമ്മളെപ്പോലുള്ളവരുടെ പ്രാർത്ഥനയും നമ്മളെപ്പോലുള്ളവർ ചെയ്യുന്ന ഉപവാസവും ഇതൊക്കെ ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട്, ഉപവാസമൊക്കെ ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ഉയരണം പ്രിയപ്പെട്ട ദൈവമക്കളെ. അപ്പോൾ അതുകൊണ്ട് ഈ ഉപവാസത്തിൻ്റെ നൊയമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, കർത്താവ് ഈശോ മിശിഹാ ഇത് കണ്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. 4 പേരുടെ മുമ്പിൽ എല്ലാം അറിയിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല നമ്മൾ യഥാർത്ഥ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഉപവാസം ഒരു പ്രവൃത്തിയും കൂടി ആക്കി നമ്മൾ മാറ്റുക. നമ്മുടെ വെളിച്ചം മറ്റുള്ളവരിലേക്കും കൂടി നമ്മൾ പകർന്നു കൊടുക്കുക. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഫുഡ് ഉപേക്ഷിച്ചുകൊണ്ടോ മാത്രം ചെയ്യുന്നതല്ല കേട്ടോ ഉപവാസം. ഉപവാസത്തിൽ ഒത്തിരി കാര്യങ്ങൾ, ഇപ്പം ഞാൻ രാവിലെ പറഞ്ഞു, നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനായിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത്യാവശ്യം കുറച്ച് ത്യാഗം സഹിച്ചുകൊണ്ട് ഉപവാസം എടുക്കുക. അതുപോലെ ഒത്തിരി ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലുക, പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ നന്മ ചെയ്യുക, നല്ലത് സംസാരിക്കുക. നമ്മളോട് വെറുപ്പുള്ളവരോട് നമ്മൾ തിരിച്ച് വെറുപ്പ് കാണിക്കാതെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമിക്കുക, അവരുടെ കുറവുകൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപവാസത്തിലൂടെ നമുക്ക് സാധിച്ചെടുക്കാനായിട്ടും ഈ നൊയമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് നേടിയെടുക്കാനായിട്ടും സാധിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അപ്പോഴതിന് നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം കിട്ടും. അല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ അരികിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നിട്ട് നമ്മളോട് വിശക്കുവാണ്, എനിക്ക് ഫുഡ് മേടിക്കണം, ഭക്ഷണം മേടിക്കാൻ, എന്തെങ്കിലും തരുമോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും മേടിച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ വിശുദ്ധ കുർബാന കൂടിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ആളുകളെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഇറങ്ങി പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ആരുടെ മുമ്പിൽ നിന്നിട്ടാണ് ഇറങ്ങി വന്നതെന്നുള്ളത്, അല്ലേ? ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി എന്താണ്? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ യഥാർത്ഥത്തിലുള്ള നല്ലൊരു ശിഷ്യയാണോ? നല്ല ശിഷ്യത്വമാണോ നമ്മൾ സ്വീകരിച്ചേക്കണേ? ഒരിക്കലും അല്ല. അപ്പോൾ നമ്മുടെ ഈ നൊയമ്പ് കാലഘട്ടം കർത്താവ് ഈശോ മിശിഹാ കുരിശിൽ മരിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കുക. ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ നല്ല ഒരു മുന്നേറാനായിട്ട് നമുക്ക് സാധിച്ചാലും കർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഈശോ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോ വഴികൾ തുറക്കുകയും പുതിയ വെളിച്ചങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നൊയമ്പിൻ്റെ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടും വളരെ ഭംഗിയോടും കൂടി ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടമാണ് ഉപവാസ കാലഘട്ടം. അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടുകൊണ്ട് ചെയ്യുക. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അപ്പുറത്തെ വീട്ടുകാരെന്ത് ചെയ്യുന്നു എന്നല്ല നമ്മൾ നോക്കണ്ടേ. അവനവൻ്റെ കുടുംബത്തിലേക്ക് നോക്കുക. അവനവൻ എന്താകുന്നു അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഞാനെന്ന വ്യക്തിയെ നമ്മൾ തിരുത്തുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, മുന്നേറുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിങ്ങളെ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണിത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ അവരെ വീണ്ടെടുക്കാനും പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരും കുട്ടികളും ഒക്കെ പഠിക്കാൻ പോയവർക്കൊക്കെ ഒരുപാട് നമ്മൾ ദൈവത്തിൻ്റെ വലിയ കൃപ കിട്ടുന്ന ഒരു സമയവേളകളെന്നും പറയുന്ന ഉപവാസത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഉപവസിക്കുമ്പോൾ പൈശാചിക രൂപങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്നു. മദ്യപാനം, ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകുന്നൊക്കെ നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വെറുതെ കുറേ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടോ ഒന്നുമല്ല. അവിടെ നമ്മൾ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവം എന്തായിരിക്കുന്നുവോ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നമ്മളവിടെ നടത്തി കൊടുക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെയധികം പക്വതയോടുകൂടി വളരെയധികം പെർഫെക്റ്റായിട്ട് ഉപവസിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒരിക്കലും നമ്മൾ ക്രിസ്ത്യാനി എന്ന പേരിൽ ക്രിസ്തു ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപവാസം എടുക്കാതിരിക്കുക. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.